അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ ദുആകളൊക്കെ അള്ളാഹ് സ്വീകരിക്കുമാറാവട്ടെ. അപ്പം ഒരുപാട് പേര് ഇന്ന് നോമ്പെടുത്തിട്ടുണ്ടാവൂലേ? 6 നോമ്പ് ആണല്ലോ ഇന്ന്. അള്ളാഹ് സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ റമളാനിൽ നമ്മൾ ചെയ്ത അമലുകളെല്ലാം അള്ളാഹ് സ്വീകരിക്കട്ടെ. അതിൻ്റെയൊക്കെ മിസ്ലി സവാബ് നമുക്ക് ഇന്ന് ദുനിയാവിൽ വെച്ചിട്ടും അതുപോലെ തന്നെ നാളെ ആഖിറത്തുനിന്നും ഉപകരിക്കുന്ന അമലാക്കി അള്ളാഹ് മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് ദിവസമായിട്ട് എന്ന് തന്നെ പറയാ വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞിട്ട് എന്തെങ്കിലും ദിക്റോ സ്വലാത്തോ പറഞ്ഞു തരീന്ന് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഞാൻ നിയ്യത്താക്കി ചൊല്ലിയിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അത്ഭുതമായിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു 3 ദിക്റാണ് കേട്ടോ. ഈ 3 ദിക്റും ഒരുമിച്ച് നമ്മൾ 313 തവണ ചൊല്ലണം. അതായത് ഒരു ദിക്റ് 313 ചൊല്ലിക്കഴിഞ്ഞു, അതിന് ശേഷം മറ്റേ ദിക്റ്, അതുപോലെ മൂന്നാമത്തെ ദിക്റ്, ഈ രീതിയിലായിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത്, അങ്ങനെ പറഞ്ഞാല് ആരോടും സംസാരിക്കാതെ ഇരിക്കുക, ഒറ്റ കഴിയുന്നത് ഒരു റൂമിൽ ഇരിക്കുക, ആരും ഒച്ചയും ബഹളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ആത്മാർത്ഥമായിട്ട് ഇരുന്ന് ഒന്ന് ചൊല്ലി നോക്കി, പെട്ടെന്ന് തന്നെ ഫലം കിട്ടും. പെട്ടെന്ന് ഫലം കിട്ടും. ഞാൻ 2-3 തവണയായിട്ട് നിയ്യത്താക്കി ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയതുമാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്ത് അവർ എന്നോട് വാട്സപ്പിലൂടെ ആയിട്ടും അതുപോലെ നേരിട്ട് കണ്ടപ്പോഴൊക്കെ ആ ദിക്റ് ചൊല്ലിയിട്ട് പെട്ടെന്ന് ഫലം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ദിക്റാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാ വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുന്നേ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഇന്നാണ് ലാസ്റ്റ് ദിവസം. നമ്മുടെ യത്തീം മക്കൾക്ക് പൈസ അയച്ചു തരാനുള്ള ദിവസം ലാസ്റ്റ് ഇന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 യത്തീം മക്കൾക്ക് കൂടി പൈസ കൊടുക്കാനുണ്ട്. അതിൽ കുറച്ച് പൈസ നിങ്ങൾ 50-100 ഒക്കെ ആയിട്ട് അയച്ചു തന്നത് ഉണ്ട്. ബാക്കി ഇനി നിങ്ങൾ അയക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ കൂട്ടി കൊടുക്കണം എന്നാണ് കരുതിയത്. കാരണം നമ്മൾ നിയ്യത്താക്കി പോയതല്ലേ. ഇൻഷാ അല്ലാ ഇനി അയച്ചു തരാൻ ആഗ്രഹമുള്ളവർ ഇതവിടെ സ്കാനർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് അയച്ചു തന്നോളി. സ്ക്രീൻഷോട്ട് ഈ നമ്പറിൽ ഇട്ട് തരാം. പ്രത്യേകമായിട്ട് പറയും വേണം, അത് യതീമക്കൾ ആണോ അല്ലെങ്കിൽ വിധവകൾക്കാണോ, നമ്മൾ വേറിട്ട് തന്നെ പറയണല്ലോ, എന്നാലാണല്ലേ നമ്മൾ ആ ഒരു രീതിയിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും നിങ്ങൾ പറയുന്ന ഒരു കോലത്തിലായിട്ട് തന്നെ കൊടുത്തത് അള്ളാഹ് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കൊടുത്തിട്ടുള്ള ആ സ്വതക്ക, വിധവകൾക്കായാലും യതീമക്കൾക്കായിട്ടും കൊടുത്തിട്ടുള്ള ആ സ്വതക്ക നമുക്ക് ഇന്ന് ദുനിയാവുന്നും നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന അമലാക്കി അള്ളാഹ് മാറ്റി തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതാ ഇനിയും ആഗ്രഹമുള്ളവരുണ്ട് എങ്കിൽ ഞാൻ ഇവിടെ സ്കാനർ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ ആയിട്ട് നിങ്ങൾ അയച്ചു തന്നോളിട്ടോ. ഇന്ന് ലാസ്റ്റ് ആണ്, ഇന്ന് രാത്രി വരെ പൈസ അയച്ചാൽ മതി. പിന്നെ ആരും ഇതിലേക്ക് പൈസ അയക്കണ്ട, ഞാൻ സ്കാനർ കൊടുക്കുന്നതായിരിക്കില്ല കേട്ടോ. ഇത് നിങ്ങൾ പറയുന്നത് പോലെ എനിക്കത് എത്തിക്കാനും കഴിയണമല്ലോ. ആ ഓരോ മക്കളെ നോക്കിയിട്ട്, യതീം മക്കൾ എന്ന് പറഞ്ഞാൽ 15 വയസ്സിന്റെ താഴെയുള്ള മക്കളും ആയിരിക്കണം. അങ്ങനെ നോക്കിയിട്ടാണ് ഇതുവരെ കൊടുത്തു കഴിഞ്ഞത്. ഇനി ബാക്കിയുള്ള 10 മക്കൾക്ക് യതീം ഖാനയിലേക്കാണ് കൊടുക്കാൻ നിയ്യത്താക്കിയത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് നിങ്ങൾ നിയ്യത്താക്കി ചൊല്ലുന്നതിന്റെ മുന്നേ ആയിട്ട് തന്നെ മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി എൻ്റെ കാര്യം അള്ളാഹു എനിക്ക് നടത്തി തരും എന്ന മനസ്സോടുകൂടി നിയ്യത്താക്കി ചൊല്ലാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, എന്തെങ്കിലും ഒരു നിയ്യത്തുണ്ട്, അതൊന്ന് പെട്ടെന്ന് നടന്നു കിട്ടാൻ, അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതൊന്ന് റെഡിയായി കിട്ടാനും, ഇതുപോലെ ആയിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള ഹലാലായിട്ടുള്ള എന്ത് ആവശ്യത്തിനും ആഗ്രഹത്തിനും ഇതുപോലെയായിട്ട് നിങ്ങൾക്ക് നിയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. ആത്മാർത്ഥതയോട് കൂടി ഒരു വിശ്വാസത്തോടു കൂടി നിയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കുക. ഓരോ ദിക്റും, ഞാനിപ്പോ ഈ പറയുന്ന ഓരോ ദിക്റും 313 തവണയാണ് ചൊല്ലേണ്ടത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ചൊല്ലേണ്ട ദിക്റ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്റ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അങ്ങനെ പറഞ്ഞാൽ അർത്ഥം എന്താ? എൻ്റെ എല്ലാ പ്രയാസങ്ങളും എൻ്റെ എല്ലാ വിഷമങ്ങളും എൻ്റെ റബ്ബിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. എൻ്റെ റബ്ബ് എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരും, എനിക്ക് എൻ്റെ റബ്ബ് മതി എന്ന മനസ്സോട് ഇങ്ങനെ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നിങ്ങനെ ചൊല്ലുക 313. അത് കഴിഞ്ഞിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം,
ഞാൻ ഇതാ ഓരോ ദിക്റും ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റ് 313. ഈ ഒരു ദിക്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? ചരിത്രമുണ്ടല്ലോ. ഒരു സ്വഹാബി ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനായിട്ടുള്ള ദിക്റാണിത്. ഈ ദിക്റ് ചൊല്ലിയിട്ട് ഒറ്റ രാത്രി കൊണ്ട് ആ ഒരു സ്വഹാബി പൈസക്കാരൻ, അതായത് പണക്കാരനായിട്ടുള്ള ഒരു ദിക്റാണിത്. അപ്പൊ അതും 313 ചൊല്ലാം. അതിന്റെ ശേഷം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദിക്റ് 313 തവണ. ആദ്യം ചൊല്ലേണ്ട ദിക്റ് ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ 313 ചൊല്ലിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അതും 313 തവണ ചൊല്ലിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റ് 313. ഒരേ ഇരുത്തത്തിലിരുന്ന് 3 313 തന്നെ നിയത്താക്കി ചൊല്ലിയിട്ട് ഒരു 11 സ്വലാത്തുൽ ഫാത്തിഹു അങ്ങോട്ട് ചൊല്ലിക്കോളി. സ്വലാത്തുൽ ഫാത്തിഹ്. ആ സ്വലാത്ത്, ഒരു സ്വലാത്ത് ചൊല്ലി നമ്മൾ ദുആ ചെയ്താലും ആ ദുആക്ക് അള്ളാഹ് ഉത്തരം നൽകുമെന്നാണ്. സ്വലാത്തുൽ ഫാത്തിഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ് ലിമാ ഉഖ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് വൻ നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വ അലാ ആലിഹി ഹഖ ഖദ്രിഹി വ മിഖ്ദാരിൽ അലീം. ഇതുപോലെ 11 തവണ ചൊല്ലാം. എന്നിട്ട് നിങ്ങളെ കാര്യം, നിങ്ങൾ എന്ത് ഉദ്ദേശത്തിനാണ്, എന്ത് ആഗ്രഹമാണ്, എന്ത് വിഷമമാണ്, എന്ത് ഉദ്ദേശമാണ് നിങ്ങളെ മനസ്സിലുള്ളത്, അത് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. ഇന്നാലിന്ന വിഷമം എൻ്റെ മനസ്സിലുണ്ട് റബ്ബെ, ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എനിക്ക് ഇന്നാലിനൊരു കാര്യം നടന്ന് കിട്ടാനുണ്ട്, അതൊന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ദിക്റ് ചൊല്ലുന്നുണ്ട് റബ്ബെ, എനിക്കിതിന് പെട്ടെന്ന് തന്നെ, ഇത് ചൊല്ലി തീരും മുന്നേ തന്നെ ഇതിനൊരു പരിഹാര മാർഗം എൻ്റെ മുന്നിൽ നീ കാണിച്ചു നൽകല്ല എന്ന മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് ചൊല്ലുക. ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം അള്ളാഹ് നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും. എത്ര കഠിനമായിട്ടുള്ള വിഷമമാണ് നിങ്ങളെ മനസ്സിലുള്ളത്, അതിനുള്ള ഒരു പരിഹാര മാർഗം, ഒരു സമാധാന വഴി, ഒരു റാഹത്തിന്റെ വഴി അള്ളാഹ് നിങ്ങൾക്ക് തുറന്നു തരും. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥതയോട് കൂടി നീയത്താക്കിയിട്ട് ചൊല്ലാം. അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ. നമ്മുടെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങൾ എല്ലാം തന്നെ അള്ളാഹു നിറവേറ്റി തരട്ടെ. റഹ്മാനായ റബ്ബെ, ഒരുപാട് ഉമ്മമാര് ഞങ്ങൾ ഈ റമളാൻ മാസത്തിൽ യതീം മക്കൾക്ക്, പാവപ്പെട്ട യതീം മക്കള്, ആരുമില്ലാതെ പ്രയാസപ്പെടുന്ന വിധവകള്, ഭർത്താക്കന്മാര് മരിച്ചു പോയ വിധവകൾക്കും വേണ്ടി ഞങ്ങൾ പൈസ കൊടുത്തവരാണ് റബ്ബെ. നിനക്കറിയാലോ റഹ്മാനെ, ഞങ്ങളെ കയ്യിൽ ഒരുപാട് പണമൊന്നുമില്ല. ഉള്ള പണം ഓരോ ഉമ്മമാര് 50ഉം 20ഉം 30ഉമായിട്ട് അയച്ചു തന്നത് ഒരു ഒന്നായിട്ട് പെറുക്കിക്കൂട്ടി 1000 രൂപ വെച്ച് ഞങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾ സ്വതക്ക ചെയ്തിട്ടുണ്ടല്ലോ. അതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് ഇന്ന് ദുനിയാവെന്നും നാളെ ആഖിറത്തിൽ നിന്ന് കാണിച്ചു തരണേ അല്ലാ. ഞങ്ങളെല്ലാ മനസ്സിലുള്ള പ്രയാസങ്ങളും ടെൻഷനുകളും നീ മാറ്റി സമാധാനമുള്ള ജീവിതം നൽകല്ല. പ്രത്യേകിച്ച് ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര് ഓരോ വിഷമങ്ങൾ പറഞ്ഞ് വാട്സപ്പിലൂടെ അങ്ങനെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യണം, എന്തെങ്കിലും ദിക്റുണ്ടോ, സ്വലാത്തുണ്ടോ, സമാധാനമില്ലോ ഒന്ന് പറഞ്ഞു തരൂ ദിവസമായിട്ട് പറയുന്നവരാണ് റഹ്മാന്. അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങള്, ആഗ്രഹങ്ങള്, ഉദ്ദേശങ്ങള് എല്ലാം നീ നിറവേറ്റി അവരുടെ ജീവിതത്തിൽ നീ സമാധാനവും സന്തോഷവും നൽകു റഹ്മാന്. എന്ത് കാര്യമാണ് അവരുടെ മനസ്സിൽ നീറിക്കിടക്കുന്നത് എന്ന് നിനക്കറിയാലോ. അതിനുള്ള പരിഹാര മാർഗം അവരുടെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കല്ല. അതിൽ കൂടുതൽ പേരും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാന്. കടത്തിന്റെ കണിയിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നാൽ അറിയാതെ പ്രയാസവും ബേജാറും ടെൻഷനുമായി ഓരോ ദിവസം എണ്ണി എണ്ണി കഴിയുന്നവരാണ്.
ആ കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം എളുപ്പ വഴി നീ കാണിച്ചു കൊടുക്കല്ല. നിന്റെ ഖജനാവിൽ എടുത്താൽ തീരാത്ത പണമുണ്ടല്ലോ റഹ്മാനെ, ഒരു വഴി നീ തുറന്നു കൊടുക്ക് റഹ്മാനെ, ഒരു വഴി എളുപ്പ വഴി നീ തുറന്നു നൽകല്ല. ആ കടത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ല. കടം നിൽക്കെ ഞങ്ങളുടെ കയ്യിൽ കടം കൊടുത്ത് തീർക്കാതെ ഞങ്ങളെ മരണപ്പെടുത്തല്ലേ അല്ല. കടങ്ങളെല്ലാം വീട്ടി സമാധാനത്തോടുള്ള സന്തോഷത്തോടുള്ള മരണം ഞങ്ങൾക്കാക്കണേ അല്ല. ഞങ്ങൾ ദിവസമായിട്ട് നിന്നിലേക്ക് ചെയ്യുന്ന അമലുകളെല്ലാം, ചൊല്ലുന്ന ദിക്റുകളെല്ലാം, ചൊല്ലുന്ന സ്വലാത്തുകളെല്ലാം, ഓതുന്ന ഖുർആൻ പാരായണങ്ങളെല്ലാം ഞങ്ങൾ നാളെ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു കൂട്ടുകാരനാക്കി നീ മാറ്റിത്തരണേ അല്ല. അതുപോലെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഇതിന്റെ മിഥില സവാബ് നീ എത്തിക്കണേ അല്ല. ഇഷ്ക് മദീന എന്ന ഈ ചാനലിൽ ഒരുപാട് പേര് ക്ലാസ് കേൾക്കുന്നവര് ദിക്ർ ഒരുമിച്ച് ചൊല്ലുന്നവരാണ്. ഈ ഒരു കൂട്ടത്തോടെ ഞങ്ങൾ നാളെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ല. ഞങ്ങൾ കൊടുത്ത സ്വതക്ക ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസമാകുന്ന ഒരു സ്വതക്കയാക്കി മാറ്റണേ അല്ല. ഈ ദുനിയാവെന്നും രക്ഷയേകണേ, നാളെ ആഖിറത്തെന്നും രക്ഷയേകണേ അല്ല. മക്കളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു അമലാണല്ലോ റഹ്മാനെ. ആ ഒരു അമൽ ഞങ്ങൾ കഴിയുന്നതിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നീ സ്വീകരിക്ക് റഹ്മാനെ, അത് നീ സ്വീകരിക്കണേ അല്ല. ഞങ്ങളെല്ലാ പ്രയാസങ്ങളും മാറ്റി ഒരു സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നീ കൊണ്ട് റഹ്മാനെ. ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ അല്ല. റഹ്മാനായ റബ്ബെ, ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ അല്ല. ഒരു ഉമ്മ മോന്റെ ശമ്പളം കിട്ടിയിട്ടുള്ള ദുആ ചെയ്യണമെന്ന് എപ്പോഴും പറയുന്നുണ്ട് വാട്സപ്പിൽ. റഹ്മാനെ, ആ ഉമ്മാന്റെ മനസ്സിന്റെ പ്രയാസം നീ മാറ്റിക്കൊടുക്കല്ല. എത്രയും പെട്ടെന്ന് ആ ഉമ്മക്ക് മനസ്സിൽ സമാധാനമുള്ള ഒരു ഫോൺ വിളി നീ അറിയിച്ചു കൊടുക്ക് റഹ്മാനെ. എപ്പോഴും പ്രയാസത്തിലാണ് റബ്ബെ, മോന്റെ ശമ്പളം കിട്ടാത്ത പ്രയാസത്തിൽ, വീട്ടിൽ ഓരോരോ പ്രയാസങ്ങൾ കാരണം ബുദ്ധിമുട്ട് സഹിക്കുന്ന ഒരു ഉമ്മയാണ് റബ്ബെ. എല്ലാത്തിനും നീ സമാധാനം കാണിച്ചു കൊടുക്കല്ല. ആരൊക്കെ എന്തൊക്കെ മനസ്സിൽ വെച്ചാണോ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചത് എന്ന് നിനക്കറിയാലോ. എല്ലാത്തിനും ഒരു സമാധാനവും സന്തോഷത്തിന്റെ വഴി തുറന്നു കൊടുക്കല്ല. റാഹത്തുള്ള ജീവിതം കൊടുക്ക് റഹ്മാനെ, മനസ്സമാധാനം കൊടുക്കല്ല. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. ഇന്നാലിന്നെ ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേര്, നീയത്താക്കിയിട്ട് യതീമക്കൾക്ക് പൈസ നേർന്നവർ ഒരുപാടുണ്ട് റഹ്മാനെ. അവരാ മനസ്സിലുള്ള ഉദ്ദേശം, എന്ത് ജോലിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്, ആ ഒരു വഴി അവർക്ക് നീ തുറന്നു നൽകണേ അല്ല. നല്ല റാഹത്തുള്ള ഒരു ജോലിയാക്കി കൊടു. അവർ പ്രതീക്ഷിക്കുന്ന ജോലിയിൽ അവരെ നീ കയറ്റി കൊടുക്ക് റഹ്മാനെ. നീ വലിയവനല്ലേ അല്ല, നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് പറയാനില്ലല്ലോ അല്ല. ഞങ്ങൾ ദുആനെ നീ സ്വീകരിക്കല്ല റഹ്മാനെ. ഞങ്ങളെ എല്ലാ തര ആപത്ത് മുസീബത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ല. സിഹിറോ കണ്ണേറോ അതിൽ ഞങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നിനക്കറിയാലോ, അതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നീ ഏകല്ല, രക്ഷയും സമാധാനവും ഏകല്ല. അസൂയ കിബിർ അതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല. നല്ല ജീവിതത്തിലൂടെ റാഹത്തുള്ള മരണമാക്കി തരണേ അല്ല. ഞങ്ങളെ ദുആനെ നീ ഏറ്റെടുക്ക് റഹ്മാനെ. ഞങ്ങളെ ദുആക്ക് നീ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ റഹ്മാനെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരോടും ഇൻഷാ അല്ലാ ദുആ വസിയത്തോടെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.